നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ആയുശക്തി ഇൻ മുംബൈ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെല്ലാവരും നിത്യേന ചെയ്തു വരുന്നൊരു കാര്യം, പക്ഷെ പല ആളുകളും ചെയ്യാത്തവരുണ്ട്. എന്നാൽ വേറെ കുറേ ആൾക്കാരുണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയാനായിട്ടാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ചൂടുവെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എത്ര അളവിൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കണം, ഏതൊക്കെ ചൂടിൽ, തണുത്ത വെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കണം, എന്തൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ചുറ്റുവട്ടത്ത് ഒരു 90% ആളുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു 90% ആളുകളും ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും വെള്ളം കുടിക്കുന്ന രീതിയൊക്കെ അവർ പറയും. കുറേ ആൾക്കാർ കാണാൻ പറ്റും, നമ്മൾ കുറേ വെള്ളം കുടിക്കും മാഡം, ഞാനൊരു ദിവസം കുറേ അധികം വെള്ളം ചെല്ലാറുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു രീതി നോക്കിയാലാണ് അറിയാൻ പറ്റുക, ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ അവർ വെള്ളം കുടിക്കാറുള്ളൂ. ബാക്കിയുള്ള ഫുൾ ഡേ വെള്ളം എന്ന് പറഞ്ഞ കാര്യമേ അവർ കുടിക്കാറില്ല. എന്നിട്ട് പറയും ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ടെന്ന്. വേറെ കുറേ ആൾക്കാരുണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ പേരിൽ കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവർ. ഇപ്പോഴത്തെ ഒരു ചൂട് കാലത്ത് പ്രത്യേകിച്ച് കാണാൻ പറ്റും, ഫ്രിഡ്ജിലെ വെള്ളം മാത്രം മതി. അതായത് പുറത്തത്തെ ചൂടിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് തണുത്ത വെള്ളം ഇടുന്ന അങ്ങനെ കുറേ ആൾക്കാർ. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ വെള്ളം, ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ്, ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതായത് നമ്മുടെ വെയിറ്റിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, സ്കിന്നിന് എന്തൊക്കെ ഉപകാരമാണ് കിട്ടുന്നത്, അതുപോലെ നമ്മുടെ ദഹനത്തിന് എന്ത് ബെനിഫിറ്റ്സ് ആണ്, അതുപോലെ മറ്റെന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ ഈ ചൂടുവെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ കിട്ടുന്നത്, എത്ര അളവിലെല്ലാം കുടിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ശരീരമാണെങ്കിലും നിങ്ങളുടെ ശരീരമാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ശരീരവും 60 മുതൽ 70% വരെ വെള്ളം കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പലതരം കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം കുറയുമ്പോഴുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ശരിയായിട്ട് വെള്ളം കുടിച്ചില്ല എങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും വളരെയധികം ചാൻസസും കൂടുതലാണ്. ആയുർവേദത്തിൽ നമ്മൾ പറയും, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ്. പൃഥ്വി, അഗ്നി, വായു, ജലം, ആകാശം എന്ന് പറയുന്ന പഞ്ചമഹാഭൂതങ്ങൾ. ഇതേ പഞ്ചമഹാഭൂതങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിലുമുണ്ട്. ഇപ്പോൾ നമ്മുടെ പുറത്തത്തെ ഒരു ടെമ്പറേച്ചർ, അതായത് നമ്മുടെ പുറത്തത്തെ ശരീരത്തിന് പുറത്തുള്ളൊരു ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറായിട്ട് മാച്ച് ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലത്തെ ടെമ്പറേച്ചർ പുറത്തത്തെ ടെമ്പറേച്ചറായിട്ട് മാച്ച് ആയില്ല എങ്കിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിനും കാരണക്കാരായിരിക്കും. എന്നും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. കാരണം രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വരെ നമ്മൾ വെള്ളം കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ളൊരു മോഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് പലരും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ തലയൊക്കെ ഭയങ്കര ഒരു കനം പോലെയായിരിക്കും. നമുക്ക് പെട്ടെന്ന് ആൾക്കാരോടൊന്നും വലിയൊരു ഡിസ്കഷനിലേക്ക് പോകാനോ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഉറക്കക്ഷീണം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇതിനെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ബോഡി ഒരു ഡീഹൈഡ്രേറ്റഡ് മോഡിലായിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഈ വെറും വയറ്റിൽ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം വളരെയധികം സ്ലോ ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ അത് നമ്മുടെ മെറ്റബോളിസത്തിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനും പല ആളുകളും കാണാൻ പറ്റും മലബന്ധം പോലെ, അതായത് വയറ്റിൽ നിന്ന് ശരിയായിട്ട് പോവാത്ത കുറേ ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ വെള്ളം, ചൂടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ ചെറുതായിട്ട് മലത്തിനൊന്ന് പുറത്തേക്ക് തള്ളിക്കളയുന്നതിനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഈ സമയത്ത് പല ആളുകളും ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ ചായ, അതുപോലെ കാപ്പി, പല ആളുകളും കാണാൻ തണുത്ത വെള്ളം കുടിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങളായി, വർഷങ്ങളായി വെറും വയറ്റിൽ ചായ, കോഫി അല്ലെങ്കിൽ ഇതേപോലെ തണുത്ത വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുന്നതിലൂടെ അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ മലബന്ധം എന്നീ പറയുന്ന പല ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നതിന് വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വെറും വയറ്റിൽ, ഞാൻ ഇങ്ങനെയല്ല പറയും നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം, 2 ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെയൊന്നും വേണ്ട. ഒരു അര ഗ്ലാസ് നിങ്ങൾ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഒന്ന് പതിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലൂടെ എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ ഒരു ബയോ റിതത്തിനെ കുറച്ചൊന്ന് ആക്ടിവേറ്റ് ആക്കുന്നതിനും നമ്മുടെ ദഹനത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയിരിക്കും ഇത്. ഇനി ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ തടി കുറയാനായിട്ട് സഹായിക്കുമോ എന്ന്.
ഇത് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ തടി കുറയാനായിട്ട് സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ വെറും വയറ്റിൽ ഒരു അര ഗ്ലാസ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ, ഞാനിപ്പോഴും പറയുകയാണ് നിങ്ങളോട് 24 മണിക്കൂർ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കണം എന്നല്ല പറയുന്നത്. എഴുന്നേറ്റ് വന്ന് വെറും വയറ്റിൽ നിങ്ങളൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ തെർമോജെനസിസ് എഫക്റ്റിനെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുക. നമ്മൾ രാവിലെ ഇങ്ങനെ വെറും വയറ്റ് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെറുതായിട്ടൊന്ന് ചൂട് കൂടുകയും അതിലൂടെ 20 മുതൽ 30% വരെ നമ്മുടെ മെറ്റബോളിസം കൂട്ടുകയാണ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ദഹനം കൂടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ എന്തെങ്കിലും കാലറി പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്യുന്നതിന്, അതൊന്ന് കുറയ്ക്കുന്നതിനും ഈ ഒരു ചൂടുവെള്ളം വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ തടി കുറയൂ എന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണയായിരിക്കും. നിങ്ങളുടെ തടി കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം മാത്രമല്ല, നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എക്സസൈസ്, വെള്ളം എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ തടി കുറയൂ. അപ്പോൾ ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് ചൂടുവെള്ളം മാത്രം കുടിച്ചാലേ തടി കുറയും എന്നുള്ളത്. ഞാനിതൊരു ചെറുതായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യും, സഹായിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി രണ്ടാമതായിട്ട് ഈ ചൂടുവെള്ളം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ദഹനത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ വെറും വയറ്റിൽ ചൂടുവെള്ളം കഴിക്കുന്നതിലൂടെ നമ്മുടെ മെറ്റബോളിസം കുറച്ചൊന്ന് കൂടുന്ന. അപ്പോൾ ഈ ദഹനം നന്നായിട്ട് കൂടുന്ന സമയത്ത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കും. രാത്രി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ദഹിച്ചിട്ട് ചില ഫുഡിൻ്റെ ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകും. ഈ പദാർത്ഥങ്ങൾ നമ്മുടെ കുടലിൻ്റെ ഈ ലൈനിങ്ങിൽ ചെറുതായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ചൂടുവെള്ളം നമ്മളിങ്ങനെ കുടിക്കുന്നതിലൂടെ അവിടെ എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യുന്നതിനും മലബന്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കുന്നതിനും ഈ ചൂടുവെള്ളം എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ഇനി മൂന്നാമതായിട്ട് ചൂടുവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ജപ്പാനീസുകാർ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ജപ്പാനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിലൂടെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ ഇവർ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഈ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ദഹനം നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഇതിലൂടെ BP, ഷുഗർ എന്ന് പറയുന്ന പല പ്രശ്നങ്ങളെയും അവർക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അവർ ഈ ഒരു ജപ്പാനീസ് വാട്ടർ തെറാപ്പിയിലൂടെ എയിം ചെയ്യുന്നൊരു കാര്യം. അടുത്തതായിട്ട് ഈ ചൂടുവെള്ളം നമ്മുടെ സ്കിന്നിന് എന്ത് ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇളം ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണത്. ഇങ്ങനെ ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ വരുന്നതിനും സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ആക്നെ പോലുള്ള പ്രശ്നങ്ങളുണ്ട്, ഡാർക്ക് സർക്കിൾസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനെ കുറയ്ക്കാനും ഈ ചൂടുവെള്ളം കുടിക്കുന്നത് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ ഇളം ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിങ്ങളുടെ ആക്നെ അതുപോലെ ഡാർക്ക് സർക്കിൾസ് പോവില്ല. നിങ്ങളുടെ ഡയറ്റും നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ഡെർമറ്റോളജിസ്റ്റിൻ്റെ സ്റ്റഡീസിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ നമ്മൾ ഈ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലത്തെ pH നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് ആ ഒരു സ്റ്റഡീസിൽ അവർ പറയുന്നത്. ഇനി ചൂടുവെള്ളം കുടിക്കുമ്പോൾ എത്ര ചൂടിൽ നമ്മൾ കുടിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു 65 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലുള്ള ഒരു ചൂടുള്ള വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വെള്ളം ഭക്ഷണം ഇറങ്ങുന്ന ഒരു കുഴലുണ്ട്, ഈസോഫാഗസ് എന്നാണ് പറയുക. ഈ ഒരു അന്നനാളത്തിൻ്റെ അവിടെ പതുക്കെ സെൽസിന് ഡാമേജ് വരാനും അതുപോലെ അസിഡിറ്റി, അൾസർ എന്നീ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇവിടെ ഈ സെൽസിന് നമുക്ക് ഡാമേജ് വരുമ്പോൾ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും വളരെ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ 65 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലുള്ള ചൂടുവെള്ളം കുടിക്കാതിരിക്കുക. എപ്പോഴൊക്കെ നമ്മൾ കുടിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഇന്നും നിങ്ങളിങ്ങനെ കൂടുതലായിട്ടുള്ള ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് ഇത് ക്യാൻസർ വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുക. നിങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. ഇളം ചൂടുള്ള വെള്ളം, അതായത് ഒരു 50 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. പല ആളുകളുണ്ട് ചായ കുടിച്ചാൽ മാത്രമേ വയറ്റിൽ നിന്ന് പോവുള്ളൂ, കോഫി കുടിച്ചാൽ മാത്രമേ ഒരു ഉഷാറ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ കുറേ പേരുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ടത് വെറും ഒരു അഡിക്ഷൻ മാത്രമാണ് നിങ്ങളുടെ. ഈ ഒരു അഡിക്ഷൻ നിങ്ങൾ പതുക്കെ മാറ്റാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ ഭാവിയിൽ പലതരം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നല്ലൊരു റൂട്ടീനിലേക്ക് മാത്രം മാറാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.